ഹലോ, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? രുചി ഓർമ്മകൾ എന്നുള്ള ആ ഒരു പേര് തന്നെ ഒരു നല്ല രസമുള്ള പേരാണല്ലേ. നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു രുചികളുടെ ഓർമ്മയിൽ അതിൻ്റെ ഒരു നല്ല സുഗന്ധം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ അതുണ്ടാക്കി തന്ന ആൾ ആരാന്ന് നമുക്ക് ഓർമ്മ കാണും. പിന്നെ നമ്മളത് ആരുമായിട്ടൊക്കെ ഷെയർ ചെയ്തു എന്നൊരു ഓർമ്മയും കൂടെ ഉണ്ടാവും. നല്ല തെളിച്ചമുള്ള ഓർമ്മകളല്ലെങ്കിൽ പോലും അത് മനസ്സിലെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന രുചികളെപ്പറ്റി ഞാൻ ചിന്തിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുളിയില കൊണ്ട് കറി ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാനം ഞാനൊരു ഓർമ്മ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേഴ്സിംഗ് സ്കൂളിലായിരുന്നപ്പോൾ പുളിയില കൊണ്ട് ഒരു കൂട്ടുകാരത്തി കൊച്ചു കറി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അത് കഴിച്ച ആ ഒരു ഓർമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് പുളിയില കറി കഴിച്ച ഒരു ഓർമ്മ എന്ന്. അപ്പോഴത്തേക്കും പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞത് അമ്പിളിയാണ് അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്നാണ്. ഞാൻ എൻ്റെ വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് പറഞ്ഞു, അനി എന്നോട് പറഞ്ഞു, ഇനിമേ അത് അങ്ങനെയല്ല, ലിനിയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്, അമ്പിളിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ നടത്തി. അവസാനം ലിനി പറഞ്ഞു അതെ ഞാനാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന്. അപ്പോൾ ശരിക്കും അമ്പിളിയല്ല, ലിനിയാണ് അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞാൻ അടുത്ത വീഡിയോയിൽ അത് തിരുത്തി പറഞ്ഞേക്കാമെന്ന്. അപ്പോൾ ആ സമയത്ത് നല്ല രസകരമായ ഒരു ഡിസ്കഷനായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ ആലോചിച്ചത് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന രുചികളുടെ ഓർമ്മകളെ പറ്റി. അപ്പോഴത്തേക്കും ആദ്യമേ തന്നെ നമ്മളത് പറയുമ്പോൾ നമ്മുടെ വല്യമ്മച്ചിമാരുടെ കുക്കിങ്ങാണ് ആദ്യം ഓർമ്മ വരുന്നത്. എൻ്റെ മമ്മിയുടെ അമ്മ നല്ല അടിപൊളി കുക്കായിരുന്നു. അമ്മച്ചി മരിച്ചുപോയി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയുടെ ആയിട്ട് എനിക്ക് ഓർമ്മയുള്ളത് അമ്മച്ചിയുടെ വറുത്തരച്ച സാമ്പാർ. അത് അമ്മച്ചി ഇങ്ങനെ വിളമ്പി തരുന്നതും ഞാനവിടെ ഇരുന്ന് നല്ല ചിരിയോടെ അതിരുന്ന് കഴിക്കുന്നതും മമ്മി അടുത്തിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടൊരു നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ നാരങ്ങ അച്ചാറും നല്ല ടേസ്റ്റായിരുന്നു. അത് രണ്ടും എനിക്ക് അമ്മച്ചിയുടെ കറിയായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ ഇപ്പം. അതുപോലെ എൻ്റെ പപ്പാടെ അമ്മ, ഞങ്ങൾക്കന്ന് തറവാട്ടിൽ ഒരു ഇലിമ്പം പുളിയുണ്ട്, ഇലിമ്പിക്കാന്നൊക്കെ പറയല്ലേ. അമ്മച്ചി അതെടുത്തിട്ട് ഉപ്പൊക്കെ പുരട്ടി വെയിലത്ത് ഉണങ്ങാൻ വെക്കും മുറത്തിനകത്ത്. അപ്പോൾ ഈ മുറത്തിൻ്റെ സൈഡിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയല്ലേ, ആ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നല്ലതായിട്ട് ഉണങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഞാൻ ഈ മുറത്തിൻ്റെ സൈഡിൽ നിന്ന് അതൊക്കെ ഇങ്ങനെ പിറക്കി തിന്നും. അമ്മച്ചി ഈ ഇലിമ്പിക്ക ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഉണക്കിയിട്ട് അത് അച്ചാറിടും. ആ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഊണ് കഴിക്കാനായിട്ട്. അതും ഒരു നല്ലൊരു ഓർമ്മയാണ് രുചിയുടെ. അമ്മച്ചിയുടെ തന്നെയുള്ളൊരു ഓർമ്മ, അമ്മച്ചി ധാരാളം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുഴിയൻ ചീനിച്ചട്ടിക്കകത്ത് കുറേ തേങ്ങാപ്പീരയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് മുട്ട പൊരിക്കും. ഞാൻ എന്തുമാത്രം എണ്ണ ഒഴിച്ചാലും എന്തുമാത്രം തേങ്ങ ഇട്ടാലും ഒന്നും ഇതുവരെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് എൻ്റെ മമ്മി നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി എന്ന് പറയാൻ പറ്റുന്നൊരു കറിയാണ് നമ്മുടെ തെരണ്ടി മീനില്ലേ, ഉണക്ക തെരണ്ടി മീൻ, നല്ല തുണ്ടൻ മീൻ. ആ തുണ്ടൻ മീൻ എടുത്തിട്ട് നമ്മുടെ ഇളം കരിക്കിൻ്റെ കാമ്പില്ലേ അതും കൂടെ കൂട്ടി മമ്മി ഒരു മുളക് കറി പോലെ ഉണ്ടാക്കും. അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ്. തേങ്ങ ഇട്ട് പുഴുങ്ങിയ കപ്പയും അല്ലെങ്കിൽ ചോറും, നല്ല ചൂട് ചോറും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ. അത് ഞാനിങ്ങനെ വേറെ ഒരിടത്തും പോയി കഴിച്ചിട്ടില്ല, മമ്മി ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ നമുക്കങ്ങനെ കരിക്കൊന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നൊരു കറിയാണ് അത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ബീഫ് നല്ലതായിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തിട്ട് വരട്ടി ഇങ്ങനെ കറുപ്പിച്ചെടുക്കും. അതിനകത്ത് ഒരുപാട് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഒരുപാട് കറിവേപ്പിലയൊക്കെ കാണും. അപ്പോൾ അത് കഴിക്കാനും ഒരു അടിപൊളി ടേസ്റ്റാണ്. മമ്മി ഉണ്ടാക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്. അതുപോലെ തന്നെ തറവാട്ടിലെ കാര്യം പറഞ്ഞല്ലോ, പപ്പാടെ അമ്മ തറവാട്ടിൽ അന്ന് ഉപ്പുമാങ്ങ ഭരണി ഉണ്ടായിരുന്നു. ഉപ്പുമാങ്ങ ഭരണിക്കകത്ത് അമ്മച്ചി ഉപ്പുമാങ്ങ ഇട്ട് വെച്ചേക്കും. അത് ഞാനും എൻ്റെ കസിനും കൂടി ഒരുപാട് എടുത്ത് കഴിക്കുമായിരുന്നു. അതിനകത്ത് പുഴു വരും എന്നൊക്കെ പറയും പിള്ളേർ കൈയിട്ടെടുത്ത് കഴിഞ്ഞാൽ. പക്ഷേ ഞങ്ങൾക്കതൊന്നും ബാധകമല്ലായിരുന്നു. അത് പക്ഷേ ഉപ്പുമാങ്ങ അങ്ങനെ ചമ്മന്തി അരച്ചാലൊന്നും എനിക്ക് അത്ര ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആ ഭരണിക്കകത്ത് നേരിട്ട് എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റായിരുന്നു. പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി ഞാൻ കഴിച്ചേക്കുന്നത് എൻ്റെ ഫ്രണ്ട് റിയ, ഞങ്ങൾ ഒരുമിച്ച് നേഴ്സിംഗ് പഠിച്ചതാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ വീട് അവിടെ തന്നെ അടുത്താണ്. അപ്പോൾ അവിടെ മമ്മി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എപ്പോഴും കൊണ്ടുത്തരും. അങ്ങനെ അവിടെ മമ്മി ഉണ്ടാക്കുന്നൊരു സ്പെഷ്യലാണ് ഈ കോവയ്ക്കയില്ലേ, കോവയ്ക്കായും ഉണക്കച്ചെമ്മീനും
ഇതുപോലെ കോവയ്ക്കായും ഇട്ട് തേങ്ങാക്കൊത്തും ഇട്ട് കുറച്ച് പുളിയും കാണും അതിന്, അങ്ങനെ ഉലർന്ന് കിടക്കുന്ന ഒരു കറി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ എന്ന് പോയിട്ട് വന്നാലും എനിക്കായിട്ട് ആ കറി ഒരു വാഴയിലക്കകത്ത് കുറച്ച് കറി ഉണ്ടാവും അവിടെ. അതും അവളുടെ മമ്മി ഉണ്ടാക്കുന്നത് ആണ് ആ കറി. അത് അവിടുന്ന് മാത്രം ഞാൻ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒരിടത്തുനിന്നും ഞാൻ ആ കറി കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മിസ് ചെയ്യുന്ന ഒരു ഓർമ്മ തന്നെയാണ്. പിന്നെ ഇച്ചായൻ്റെ അമ്മ, ഞങ്ങളുടെ മോമ്മയുടെ ഫ്രിഡ്ജ് അങ്ങ് തുറന്നു കഴിഞ്ഞാൽ അതൊരു ട്രഷർ ട്രോവ് പോലെയാണ്. അതിനകത്ത് ഇല്ലാത്ത അച്ചാറും ഒന്നും കാണത്തില്ല. ഒരുപാട് അച്ചാർ കാണും, ചക്ക വരട്ടിയത് കാണും, അത് കാണും, ഇത് കാണും, എല്ലാം കാണും. അപ്പം ഞാനൊക്കെ അവധിക്ക് വന്നു കഴിഞ്ഞാൽ 3-4 അച്ചാറും കൂട്ടിയിട്ടാണ് ചോറുണ്ടുന്നത്. എനിക്കാണെങ്കിൽ അച്ചാറെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മോമ എങ്ങനെ എല്ലാം അച്ചാറിട്ട് ചക്കയൊക്കെ വരട്ടി അതുപോലെ തന്നെ അവലൊക്കെ വിളയിച്ച് എല്ലാം ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും അവധിക്ക് ചെല്ലുമ്പം ഇന്നാ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു തരും. പിന്നെ എനിക്കൊരു നല്ല ഒരു രുചി ഓർമ്മയുള്ളത്, ഞാൻ ന്യൂസിലൻഡിലായിരുന്ന സമയത്ത് ഒരു ഫിലിപ്പീനി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ താമസിച്ചായിരുന്നു. പുള്ളിക്കാരി നല്ലൊരു കുക്കാരൻ, നല്ലതായിട്ട് പാചകം ചെയ്യും. ഈ അടുത്ത നാളിൽ പുള്ളിക്കാരത്തി മരിച്ചുപോയി. പക്ഷേ പുള്ളിക്കാരത്തി ഒരു അടിപൊളി ഫിലിപ്പീനി ഡെസേർട്ട് ഉണ്ടാക്കും. നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കുന്നത്, ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ചക്കപ്പഴമൊക്കെ ഇടും, എന്നിട്ട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ഡെസേർട്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല അത് എങ്ങനെയാണ് അതിന് ടേസ്റ്റ് എന്ന്. പക്ഷേ കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടേസ്റ്റ്. അതും ഒരു നല്ല, അത് പക്ഷേ അവരുടെ എന്തോ ഒരു റീജിയണൽ റെസിപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് യൂട്യൂബിലൊന്നും തിരഞ്ഞിട്ടൊന്നും ആ ഒരു പർട്ടിക്കുലർ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മുടെ നാടൻ സാധനങ്ങളല്ലാതെ ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ചില റെസിപ്പികളുണ്ട്. ഞാനതിൽ കുറച്ചൊക്കെ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ചില്ലി ക്രാബ് എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് റിബ് റോസ്റ്റ് നല്ലതായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ, നമുക്ക് നന്നായിട്ട് വെന്തൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോണ്ടമെൻ്റാണ് കിംചി. ക്യാബേജ് കൊറിയൻ സ്റ്റൈലിൽ പിക്കിൾ ചെയ്തെടുത്തത്. അതും ഒരുപാട് ഇഷ്ടമുള്ളതാണ് എനിക്ക് മിക്കവാറും അത് ഫ്രിഡ്ജിൽ കാണും. എൻ്റെ മീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളുണ്ടാക്കുമല്ലോ, ബാർബിക്യൂ അത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കോണ്ടമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ കിംചി വളരെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോണ്ടമെൻറ്റും കൂടെയാണ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്, എൻ്റെ രുചി ഓർമ്മകളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഇനിയും കാണും ഓർത്തെടുത്താൽ, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇത്രയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാ ദിവസവും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ എന്ന് ഓർക്കരുത്. നമ്മൾ തുടങ്ങി വരുന്നൊരു ചാനലാണ്, നമ്മുടെ ചാനൽ കണ്ടാൽ അറിയാം. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ റേറ്റ് കൂടുന്നതും എനിക്ക് വളരെ നല്ലൊരു ബൂസ്റ്റാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.